ദൈവം ദൈവത്തിൻ്റെ മക്കളെ കോട്ടയൊരുക്കി തൻ്റെ ചിറകിൻ്റെ മറവിൽ വഹിച്ച് കാത്തു സൂക്ഷിക്കും. ശത്രുവിൻ്റെ പാളയത്തിനകത്തും ദൈവം ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കും. ശത്രുവിൻ്റെ കൺമുൻപിൽ നമുക്ക് മേശ ഒരുക്കുന്ന ദൈവം. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങൾ. ദൈവം ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്നത് ശത്രുവിനൊരിക്കലും, പിശാചിനൊരിക്കലും പിടികിട്ടുകയില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവന് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കഴിയുമ്പോൾ അവരെ വിടുവിക്കുവാനായി, ഈ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിക്കുവാനായി ഒരു രക്ഷകൻ വരും. അത് എബ്രായരിൽ നിന്നും വരുമെന്ന് ഫറവോന് മനസ്സിലായി. ഫറവോൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. മന്ത്രവാദികളെ വിളിച്ചുകൂട്ടി, വിദ്വാൻമാരെ വിളിച്ചുകൂട്ടി. അവരും പറഞ്ഞു, ശരിയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നശിപ്പിക്കണം, എബ്രായരിൽ നിന്ന് കുഞ്ഞുങ്ങളെ നശിപ്പിക്കണം. അതുകൊണ്ട് വയറ്റാറ്റുകളോട് പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അതിന് കൊന്നുകളയണമെന്ന് പറഞ്ഞു. പക്ഷേ വയറ്റാറ്റുകൾ അത് ചെയ്തില്ല. കാരണം അവർക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരു കുഞ്ഞ് വരുവാണെങ്കിൽ ആ കുഞ്ഞിനെ നശിപ്പിച്ചാൽ വരാൻ പോകുന്ന ദൈവകോപം തലമുറകളുടെ മേൽ വരുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ കൊന്നില്ല. എന്നാൽ ഫറവോൻ വീണ്ടും നിർത്തിയില്ല. ഫറവോൻ പടയാളികളെ അയച്ച് എബ്രായരുടെ വീടാന്തരം കയറി ഇറങ്ങി ഓരോ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഫറവോൻ കൊട്ടാരത്തിലിരുന്ന്, സിംഹാസനത്തിലിരുന്ന് അട്ടഹസിക്കുകയാണ്, ഞാൻ നശിപ്പിച്ചു, ദൈവത്തിൻ്റെ പദ്ധതി നടക്കത്തില്ല, ആ രക്ഷകൻ വരത്തില്ല, അവനെ ഞാൻ കൊന്നുകളഞ്ഞു എന്ന് ഫറവോൻ അട്ടഹസിക്കുന്ന സമയത്ത് ദൈവം മോശയെ അത്ഭുതകരമായി സംരക്ഷിച്ചു. മറ്റൊരിടത്തുമല്ല, ദൂരെയല്ല, ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് ദൈവം മോശയെ സംരക്ഷിച്ചു. ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് സകല രാജകീയമായ എല്ലാ സംരക്ഷണത്തോടും കൂടെ മോശ വളർന്നു വന്നു. പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. അത് ശത്രുവിൻ്റെ പാളയത്തിനകത്ത് നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ ആയിരിക്കുവാൻ നമ്മളെ തന്നെ വിനയപ്പെടുത്തി ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവം നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ട് ശത്രുക്കൾ നമ്മളെ തകർക്കുമെന്നും നമ്മളെ ഞെരുക്കുമെന്നും ഒക്കെ ഭീഷണി മുഴക്കുമ്പോൾ, ശത്രുവിൻ്റെ ഭീഷണി ഏറി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വചനമുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ശത്രുക്കൾ കാണുക ദൈവം നമുക്ക് വിരുന്നൊരുക്കും. ശത്രുക്കൾ കാണുക, ശത്രുവിൻ്റെ കൺമുൻപിൽ ദൈവം നമുക്ക് വിരുന്നൊരുക്കും. ഒരു മനുഷ്യനും നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തക്കോട്ടയ്ക്കകത്താണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു.